ഇറാന്റെ പരമോന്നത നേതാവിന്റെ നെഞ്ചിൽ മണ്ണ് വീണാൽ പിന്നെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ കാണുന്ന മുഖമായിരിക്കില്ല ഇറാന്. നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ 3 ഇരട്ടി പ്രഹരശേഷിയുള്ളതായിരിക്കും ഇറാന്റെ തിരിച്ചടി. ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ഇറാൻ സൂക്ഷിച്ചു വെച്ച ബ്രഹ്മാസ്ത്രത്തിന്റെ സ്ഫോടനത്തിൽ അമേരിക്കയും ഇസ്രായേലും ചിതറിത്തെറിക്കും. ഈ സത്യം മറ്റാരേക്കാളും ഇപ്പോൾ അറിയുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ നിന്നും പിന്മാറിയത്. അമേരിക്ക ഈ വിഷയത്തിൽ പങ്കാളിയായാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കി പേടിച്ചാണ് ട്രംപിന്റെ ചുവടുമാറ്റം. അപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ ഇറാനെതിരെ പുതിയ പദ്ധതി മെനയുകയാണ് ഇസ്രായേൽ. പേടിച്ച് മാളത്തിലൊളിച്ച് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്റെ രാമനാരായണ എന്ന് പറയുന്ന അമേരിക്കയോട് സഹായം ചോദിക്കുകയാണ് പാവം ഇസ്രായേൽ. കയ്യിൽ കരുതിയ ആയുധങ്ങളും അമേരിക്ക നൽകിയ വീര്യവും മാത്രം പോരാ ഇറാനെ നേരിടാനെന്ന സത്യം ജൂതന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഇറാൻ നരകത്തിന്റെ വാതിൽ തുറന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ജൂതന്റെ അഹങ്കാരം. ഇങ്ങനെയാണെങ്കിൽ 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ യുദ്ധത്തിന്റെ വാർത്തകൾ അറിയുന്നുണ്ട്, ലോകത്തെ പുതിയ സംഭവവികാസങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്നതും നമ്മൾ അറിയണം. കാരണം AI വളരെ വലിയ രീതിയിൽ വളർന്നു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഏത് യുദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ അറിയാവുന്നതാണ് AIയുടെ സാധ്യത യുദ്ധങ്ങളിൽ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജോലിയിൽ പോലും അതിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അടുത്ത് വന്ന വാർത്ത IBMൽ നിന്ന് 1000ഓളം പേരെ പിരിച്ചുവിട്ടു എന്നതായിരുന്നു. ലോകമാകെ ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടം AI കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, AI സാങ്കേതിക രംഗത്ത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും അതുവഴി വരുമാനം കൂട്ടാനും സാധിക്കും. അതുകൊണ്ട് സൗജന്യമായി AI കുറിച്ച് പഠിക്കാൻ ആവശ്യമായ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കാവുന്നതാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമായിരിക്കും സൗജന്യമായിട്ട് ഇത് നേടാനുള്ള അവസരം ഉണ്ടാകുക. ഔട്ട്സ്കിൽ ഒരുക്കുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയാണിത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള 16 മണിക്കൂർ ലൈവ് പരിശീലനമാണ് ഇവർ നൽകുന്നത്. 10,000 രൂപയുടെ ക്ലാസ്സാണ് ആദ്യം ചേരുന്ന കുറച്ച് പേർക്ക് തീർത്തും സൗജന്യമായിട്ട് കിട്ടാൻ പോകുന്നത്. 40 രാജ്യങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ ട്രെയിനിങ് സെഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കോളും ഉണ്ടാകുന്നതാണ്. അവിടെ നമുക്ക് 20-ൽ കൂടുതൽ AI ടൂൾസിനെ കുറിച്ചും പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ് എങ്ങനെ ചെയ്യണം, ഡാറ്റ എങ്ങനെ വിശകലനം ചെയ്യാം, അതുപോലെ കോഡിംഗ് ആവശ്യമില്ലാതെ AI ഉപയോഗിച്ച് ഉപകരണങ്ങളും ആപ്ലിക്കേഷനുകളും എങ്ങനെ നിർമ്മിക്കാം, AIയും എക്സലും ഉപയോഗിച്ച് പ്രൊഫഷണൽ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യാമെന്നും AI ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്നതിനെ കുറിച്ചും മികച്ച AI ഏജൻസും ഓട്ടോമേറ്റിംഗ് ടാസ്കും വികസിപ്പിക്കുന്നതിനുള്ള പരിശീലനം തുടങ്ങിയവയൊക്കെ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് AI കുറിച്ച് പഠിക്കാനുള്ള തീർത്തും സൗജന്യമായ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. വീഡിയോയിലേക്ക് തിരികെ വന്നാൽ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപ് നിലപാടെടുത്തു എന്നാണ് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നത്. ട്രംപിന്റെ തീരുമാനം വ്യക്തിപരമായി അറിയിച്ചോ എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സമീപ ആഴ്ചകളിൽ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇടയ്ക്കിടെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ട്രംപ് വീറ്റോ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു ആ അവകാശവാദം സ്ഥിരീകരിക്കുകയോ അതുപോലെ തന്നെ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണ റിപ്പോർട്ടുകളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ചാനലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അമേരിക്കയ്ക്ക് എന്താണ് നല്ലതെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും ഞാൻ കരുതുന്നു എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇസ്രായേൽ തുടങ്ങി വെച്ച യുദ്ധത്തിൽ ഇറാന്റെ തിരിച്ചടി അതിരൂക്ഷമായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അമേരിക്കയുടെ വാക്കും കേട്ട് ഇസ്രായേൽ തുടങ്ങി വെച്ച ഈ യുദ്ധം ഇസ്രായേൽ ചെയ്ത വലിയ മണ്ടത്തരമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. യമനിലും സിറിയയിലും ലെബനീസിലും ഒക്കെ സൈനിക അട്ടിമറി നടത്തിയ മുൻ പരിചയവുമായിട്ടാണ് ഇസ്രായേൽ ഇറാനെ പോരിന് വിളിച്ചത്. ഭൂഗർഭ അറയിൽ ഇറാൻ സൂക്ഷിച്ചു വെച്ച ആയുധങ്ങൾ മുഴുവൻ എടുക്കേണ്ടി വരില്ല. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു കളയാനെന്ന ബോധം അവർക്കില്ലാതായി പോയി. പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം എന്താണ് അല്ലേ? അമേരിക്കയുടെ വാക്കും കേട്ട് യുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിനെ തവിട് പൊടിയാക്കുമെന്നാണ് ഇറാൻ ശപഥം ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ
ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കയ്ക്കും അതുപോലെ UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ മിലിറ്ററി ബേസുകളും ഇറാന്റെ ടാർഗറ്റിൽ ഉൾപ്പെട്ടതോടെ ഈ പ്രശ്നത്തിൽ നിന്നും പ്രസ്താവനകൾക്കപ്പുറം ഒന്നും വേണ്ടെന്ന നിലപാടെടുക്കുകയായിരുന്നു അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ. അമേരിക്ക തലവലിച്ചതോടെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു തുടങ്ങി. അതിൽ പിന്നെ എങ്ങനെയെങ്കിലും അമേരിക്കയെ അതിൽ പെടുത്താനുള്ള പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന്റെ ഭാഗമായി ഈ യുദ്ധത്തിൽ അണിനിരക്കാനാണ് അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പോലും. ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുന്നതിനായി ഇറാനെതിരായ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ വൈറ്റ് ഹൗസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആക്സിയോസ് റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. നദാൻസിലും എഫ്താനിലും ഉൾപ്പെടെ ഇറാനിലെ നിരവധി ഭൂഗർഭ സൗകര്യങ്ങൾ അടുത്തിടെ ഉണ്ടായ ഇസ്രായേലി ആക്രമണങ്ങളിൽ നശിക്കപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പർവ്വതത്തിനുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ഭൂഗർഭ തുരങ്കത്തെ ലക്ഷ്യമിട്ടതായി ഇറാൻ സർക്കാർ തന്നോട് അറിയിച്ചിരുന്നതായും എന്നാൽ ആ സ്ഥലത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സൂചനകളൊന്നുമില്ലെന്നും ഗ്രോസി പറഞ്ഞു. അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനുള്ള ഒരു മുൻകരുതൽ നീക്കമായിട്ടാണ് ഇസ്രായേൽ ഈ ഓപ്പറേഷനെ വിശേഷിപ്പിച്ചതെങ്കിലും ആണവായുധം നിർമ്മിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഇറാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഇറാന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇതെന്ന് ഇറാൻ എത്രയോ തവണ അറിയിച്ചതുമാണ്. ഫോഡോയെ തകർക്കാൻ ആവശ്യമായ ബങ്കർ തകർക്കുന്ന ബോംബുകളും ദീർഘദൂര ബോംബർ വിമാനങ്ങളും ഇസ്രായേലിന്റെ പക്കലില്ലെന്ന് ആക്സിയോസ് പറയുന്നു. എന്നിരുന്നാലും അമേരിക്ക രണ്ടും കൈവശം വെക്കുകയും ഇറാന്റെ പരിധിക്കുള്ളിൽ സൈന്യത്തെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ അവസാനിച്ചതിനു ശേഷവും ഫോഡോ പ്രവർത്തനക്ഷമമായി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ദൗത്യം പരാജയപ്പെടുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം അമേരിക്ക ഇസ്രായേലിന് യുദ്ധ പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ആവശ്യമെങ്കിൽ പരിഗണിക്കാമെന്ന് പ്രസിഡന്റ് ട്രംപ് അടുത്തിടെ നെതന്യാഹുവുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നുവെന്നും ആക്സിയോസ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ അവകാശവാദം നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന കാര്യം ട്രംപിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതേസമയം ഇസ്രായേൽ യുദ്ധത്തിലേക്ക് അമേരിക്കയുടെ ഇടപെടൽ അഭ്യർത്ഥിച്ചതായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഭരണകൂടം അത് പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞതായും ആക്സിയോസിന്റെ റിപ്പോർട്ടിലുണ്ട്. ചെറിയ ഒരു ആക്രമണം പോലും അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വാഷിംഗ്ടൺ ഓപ്പറേഷനിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി റിപ്പോർട്ടുണ്ട്. അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ പ്രതികാരം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ വാദിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങൾ തടയാൻ കഴിയില്ലെങ്കിലും സമാധാനപരമായ ഒരു പരിഹാരം സാധ്യമാണെന്ന് ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇറാൻ തയ്യാറാണെങ്കിൽ ഈ സംഘർഷത്തിന്റെ വിജയകരവും സമാധാനവുപരമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണാനാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. സമാധാനം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം അവരുടെ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കുക എന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇറാനിലുടനീളമുള്ള സിവിലിയൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേലിന് നേരെ ഇറാൻ വീണ്ടും തിരിച്ചടിച്ചത്. ആക്രമണത്തിൽ ടെഹ്റാന്റെ ഷഹറാൻ എണ്ണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായെങ്കിലും ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമായതായിട്ടാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 15 നടന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ തങ്ങളുടെ പുതിയ തരം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായും ഇറാൻ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രഹരശേഷിയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇറാൻ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് ലോകരാജ്യങ്ങളെയും അമ്പരപ്പിച്ച കാര്യമാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ സംഭവം നിലനിൽപ്പിന് തന്നെ അപകടകരമായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഹമാസും മുൻപ് നടത്തിയിരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിച്ച് ലോകത്തിന് മുന്നിൽ വിസ്മയം സൃഷ്ടിച്ച അതേ ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് അവർക്കിപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആക്രമണ പരമ്പരയ്ക്ക് ശേഷം ഗാസിം ഗൈഡസ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്നാണ് CNN ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മിസൈലുകൾക്ക് ഇസ്രായേലിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ താഡിനെയും ഇസ്രായേൽ ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈൽ പ്രതിരോധങ്ങളെയും മറികടക്കാൻ ശേഷിയുണ്ട് എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു സത്യം. മെയ് ആദ്യവാരമാണ് ഇറാൻ ഈ മിസൈൽ പുറത്തിറക്കുന്നത്. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് 1200 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ കഴിയുന്ന ഒരു തന്ത്രപ്രധാന വാർഹെഡ് ഇതിനുണ്ടെന്നാണ് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം CNN ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രത്യേക പ്രവർത്തന വിഭാഗമായ ഖുദ്സ് സേനയുടെ മുൻ കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ പേരിലാണ് ഇറാന്റെ ഈ ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നത്. എല്ലാത്തിനും പ്രതികാരം ചെയ്യാനുള്ള സുവർണ അവസരമായി തന്നെയായിരിക്കണം ഇറാൻ ഇത് കാണുന്നത്, അല്ലേ? അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയെയും ഇസ്രായേലിനെയും പൂട്ടാൻ ഇറാന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്, നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ AI സാങ്കേതിക വിദ്യ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. സൗജന്യമായി കിട്ടുന്നതാണ്. എന്തായാലും ജോയിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക.